യെസ് മക്കളെ ശ്രദ്ധിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ യൂണിറ്റ് 2 ചാപ്റ്റർ 2 ആണ്. ഏതായിരിക്കും യൂണിറ്റ് 2 ചാപ്റ്റർ 2 മക്കളെ? ഏതാവാം? യെസ്, എന്താണ് യൂണിറ്റ് 2 ചാപ്റ്റർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഫൂലാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഒരു കവിത ഓൾറെഡി ചാപ്റ്റർ ആവുമ്പോൾ അതിൽ എന്ത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം? കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കുന്ന ക്വസ്റ്റൻ എന്തായിരിക്കും? ആസ്വാദൻ ടിപ്പണിയാണ് അല്ലെ. ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളോട് പറയാറുണ്ട്, ഒരു കവിതയാണ് എന്നുണ്ടെങ്കിൽ ആ കവിത പഠിക്കുമ്പോൾ അതിന്റെ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. കാരണം ആസ്വാദൻ ടിപ്പണിയെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ക്വസ്റ്റനും ഇരിക്കുന്നത് അല്ലെ. എന്ത് ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ആസ്വാദൻ ടിപ്പണി വെച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ മക്കളെ? റെഡി അല്ലേ? യെസ്, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം മക്കളെ. യെസ് മക്കളെ നമുക്ക് നോക്കാം. എന്താണ് സൂചന? ഫൂൽ കവിത की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखे അല്ലേ. എന്താണ് ഫൂൽ കവിതയുടെ ഈ ലൈനുകൾ ഒന്ന് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ആസ്പദമാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. സെറ്റ് ആണല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. एक ही भाव से हमेशा दहकते रहे एक भी भाव से हमेशा दहकते रहते हैं ये फूल, मैं इन्हें देर तक देखता रहा, फिर आंखों में उतरा गए छुपते हुए अपने आंखन के खिलते मुरझाते फूल. കവിതയിലെ ആ ലൈനിനെ നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? एक ही भाव से हमेशा दहकते रहे ये फूल കവീനെ ഐസാ ക്യോം കഹാ ഹോഗ. എന്തുകൊണ്ടായിരിക്കും ഒരേ ഭാവത്തിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ദഹക്കത എന്ന് പറഞ്ഞ ശരിക്കും ജ്വലിക്കുക എന്നുള്ള രീതിയിലാണ്. ഒരേ ഭാവത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്തായിരിക്കും പറയാൻ കാരണം മക്കളെ? നോക്കാം. എന്താണ്? प्लास्टिक फूलों को हमेशा एक ही भाव होता है, उसका रंग कभी बदलता नहीं, उसे मिट्टी और पानी की जरूरत नहीं होती, असली फूलों की जैसा कोई गुण भी പ്ലാസ്റ്റിക് ഫൂലോം കോ നഹി ഹേ അല്ലെ. എന്താണ്? യഥാർത്ഥ പൂക്കളുടേതായിട്ടുള്ള ഒരു ഗുണങ്ങളുമില്ല ആർക്ക്? പ്ലാസ്റ്റിക് പൂളിൽ അല്ലെ. എന്താണ് അതിന്റെ രംഗ് കബി ബദൽത്താ നഹി എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും കളർ ചേഞ്ച് ആവുന്നില്ല. വെള്ളത്തിന്റെയോ മണ്ണിന്റെയോ ആവശ്യം അതിനില്ല. പിന്നെ സാധാരണ പൂക്കളുടെ ഒരു സ്വാഭാവികതയും എന്തിനില്ല? ആ ഗുണവും പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾക്കില്ല. അതുകൊണ്ടാണ് ഒരേ ഭാവത്തിൽ എന്നുള്ള മീനിങ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിയാണല്ലോ. യെസ്, എന്താണ് മക്കളെ രണ്ടാമത്തത്? പ്രകൃതി की रक्षा हमारी सुरक्षा संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. പ്രകൃതിയുടെ സുരക്ഷയാണ് നമ്മുടെ സുരക്ഷ എന്നുള്ളതിനെ സന്ദേശം, അങ്ങനെ ഒരു സന്ദേശം തരുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് പറയുന്നത്. മക്കളെ ശ്രദ്ധിക്കാം. സന്ദേശ് ദേനെ വാലി പോസ്റ്ററിന്റെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. എന്തായിരിക്കണം? ഒരു സന്ദേശമായിരിക്കണം അതിന് വേണ്ടത്. അതിനൊരു പിക്ചറും വേണം. സിംപ്ലിഫൈ ചെയ്തിട്ടില്ല. എന്താണ്? നമുക്കൊരു സന്ദേശം വേണം, ഒരു പിക്ചർ വേണം. പിന്നെ നിങ്ങൾ പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഒരു സ്കൂളാണ് ചെയ്യുന്നത്. എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അത് ചെയ്യുന്നത്, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. യെസ് സാർ, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. എന്താ വന്നിരിക്കുന്നത് മക്കളെ? പ്രകൃതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹെ. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പോയിന്റ് നിങ്ങൾക്ക് മുകളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. പ്രകൃതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹെ എന്നുള്ളത് മുകളിലേക്ക് ആഡ് ചെയ്താൽ അടിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരോ എന്ത് വേണമെങ്കിലും ഇപ്പൊ നോക്കി MAMHSS എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ APJHSS, ലൈക്ക് എന്ത് പേര് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് പേര് ആഡ് ചെയ്ത് കൊടുക്കാം. സ്കൂളിന്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ? പ്രകൃതി നഹി തോ ഹം ഭി നഹി. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. പ്രകൃതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹെ. പ്രകൃതിയുടെ സംരക്ഷണം എന്നുള്ളത് എന്താണ്? നമ്മുടെ കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ പോസ്റ്റർ തയ്യാറാക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം മക്കളെ? ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കൊടുത്തിട്ട് അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കൂളിന്റെ പേര് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലബ് ആണെങ്കിൽ എന്താണ്, നമുക്കിപ്പോ ഒരു ആർട്സ് ക്ലബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി പര്യാവരൺ ക്ലബ്ബ് അല്ലെ. ഇപ്പൊ എന്താണ്? എന്തെങ്കിലും ഒരു പര്യാവരൺ ക്ലബ്ബ്, പേഡ് ട്രീ പര്യാവരൺ ക്ലബ്ബ് പ്ലേസ് കോഴിക്കോട്, കൊല്ലം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കത് ആഡ് ചെയ്യാം. അല്ല സ്കൂളിലാണെങ്കിൽ എന്ത് ചെയ്യാം? സ്കൂളിന്റെ പേര് കൊടുക്കാം അല്ലെ. നമുക്ക് ഏത് സ്കൂളിന്റെ പേര് വേണമെങ്കിലും കൊടുക്കാം. എന്താണ്? MAMHSS ലൈക്ക് കൊരട്ടി, അല്ലെങ്കിൽ LF എന്താണ് HSS ചാലക്കുടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്, ലൈക്ക് എന്ത് വേണമെങ്കിലും അല്ലെ. ഗവൺമെന്റ് GHSS കോഴിക്കോട്, ട്രിവാൻഡ്രം, ഏത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ അതായിരിക്കണം നമ്മൾ ഈ പോസ്റ്ററിന്റെ
ഒരു മീനിങ് വരുന്നത്. അതാണ് സന്ദേശ പോസ്റ്റർ. ശ്രദ്ധിക്കുക, സന്ദേശ പോസ്റ്ററും സാധാരണ പോസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്താണ് നോക്കാം മക്കളെ. കവി അവർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയുടെ ഒരു ആശയം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആശയ ടിപ്പണി എന്നുള്ളത്, ആശയം വ്യക്തമാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം മക്കളെ. ഡോക്ടർ രാംദരസ് മിശ്ര ഹിന്ദി കെ പ്രതിഷ്ഠിത് സാഹിത്യകാർ थे. ഡോക്ടർ രാംദരസ് മിശ്ര എന്താണ്? ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രതിഷ്ഠിത സാഹിത്യകാരനാണ് ഡോക്ടർ രാംദരസ് മിശ്ര. നോക്കാം. വേ സമർത്ഥ കവി ഉപന്യാസക്കാർ और കഹാനിക്കാർ है. അത് സമർത്ഥനായ കവിയും ഉപന്യാസക്കാരും അതുപോലെ തന്നെ കവി കഹാനിക്കാരുമാണ്. ഇസ് കവിത മേ പ്രകൃതി കെ ബാരെ മേ ബതായ ഗയാ ഹൈ. ഇതിൽ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യഹാൻ കവി ബാസാർ സെ ബഹുത് സാരെ പ്ലാസ്റ്റിക് കെ ഫൂലോം ഖരീദ് കർ അപ്നാ ഘർ ലേ ജാതാ ഹൈ. എന്താണ്? അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് വളരെയധികം പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് തന്റെ എന്ത് ചെയ്തു? തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അസലി ഫൂലോം കോ ഉഖാഡ് കർ ഫേങ്ക് ദിയ. എന്ത് ചെയ്തു? ഒറിജിനൽ പൂക്കൾ എന്ത് ചെയ്തു? വലിച്ചു പിഴുതെറിഞ്ഞു കളഞ്ഞു. കവിക്കോ ലഗ്താ ഹൈ കി ബിനാ മൗസം ബഹാർ ആ ഗയി. കവിക്ക് എന്ത് തോന്നി? ബിനാ മൗസം, സീസൺ എത്തുന്നതിന് മുമ്പ് തന്നെ വസന്തം വന്നതായിട്ട് കവിക്ക് തോന്നി. പ്ലാസ്റ്റിക് കെ ഫൂലോം കോ മിട്ടി और പാനി की जरूरत नहीं पड़ती. എന്താണ്? അവർക്ക് വെള്ളത്തിന്റെയോ അല്ലെങ്കിൽ എന്താണ് മണ്ണിന്റെയോ ഒന്നും ആവശ്യമില്ല. ഇനി പ്ലാസ്റ്റിക് ഫൂലോം കാ ഹമേശ ഏക് ഹി ഭാവ് ഹോത്താ ഹൈ. പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഒരേ ഭാവമാണ് എപ്പോഴും ഉണ്ടാവുക. ഉൻകാ രംഗ് കഭി ബദൽത്താ നഹി ഹൈ. അതിന്റെ കളർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ലേക്കിൻ പ്ലാസ്റ്റിക് കെ ഫൂലോം കഭി ഗന്ധ് രസ് और കോമൽ സ്പർശം നഹി ദേത്തെ. എന്താണ്? അവർക്ക് ഒരിക്കലും എന്താണ്? പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് രൂപമോ ഗന്ധമോ രസമോ അല്ലെങ്കിൽ കോമള സ്പർശമോ അല്ലെങ്കിൽ എന്താണ് ഒരു സോഫ്റ്റ് ടച്ച്നെസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇസ്ലിയെ ഹവ മധുമഖി അവർ തിത്തലി പ്ലാസ്റ്റിക് ഫൂലോം കെ അസന്തുഷ്ടത. അതിനുണ്ട് എന്താണ്? പ്ലാസ്റ്റിക് പൂക്കളോട് ഈ ഹവയ്ക്കും തിത്തലിക്കും കാറ്റും അതുപോലെ തന്നെ വണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് പൂമ്പാറ്റകൾക്കൊക്കെ എന്താണ്? അതിൽ നിന്ന് അവർ അസന്തുഷ്ടരാണ്. പ്ലാസ്റ്റിക് കെ ഫൂൽ പൂജാ ഭി അല്ലെ ഫൂലോം സെ പൂജാ ഭി നഹി കി ജാ സക്തി ഹെ. പൂജ ചെയ്യാൻ സാധിക്കില്ല. और बच्चों भी അല്ലെ बच्चों भी फूलों की पहचान से वंचित. എന്താണ്? പൂക്കളെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പോലും ഒറിജിനൽ പൂക്കളെ മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെന്താണ്? അവരെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒറിജിനൽ പൂക്കളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. തബ് ജാക്കർ കവി കോ പതാ ചൽത്താ ഹൈ കി ഉസ്നെ കിത്നി ബഡാ ഗലത് കിയാ ഹൈ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? താൻ എത്ര വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. സാരെ പ്ലാസ്റ്റിക് ഫൂലോം കോ തോടുക്കർ മിട്ടി മേം ഉഖ്തി ഫൂലോം കോ എന്താണ് ലഗ്വാനി ലഗ്താ ഹൈ. എന്ത് ചെയ്തു? എല്ലാ പൂക്കളെയും നശിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? മിട്ടിമേയും ഉഗ്തി ഫൂലോം കോ മണ്ണിൽ വിടരുന്ന മണ്ണിലേക്ക് വിടരുന്ന അല്ലെങ്കിൽ മണ്ണിൽ മുളയ്ക്കുന്ന ഒറിജിനൽ പൂക്കളെ എന്ത് ചെയ്തു? അവിടെ അദ്ദേഹം സ്ഥാപിച്ചു. ഓർ മിട്ടി മുസ്കുരാനെ ലഗ്തി ഹേ. മണ്ണ് എന്ത് ചെയ്യാൻ തുടങ്ങി? മണ്ണ് ചിരിക്കുവാൻ തുടങ്ങി. ദാറ്റ് മീൻസ് നമ്മൾ പ്രകൃതിയായിട്ട് മിൽജുൽ കർ രഹ്നാ ഹേ എന്നുള്ള പോയിന്റിലേക്ക് വന്നു. ഇതൊക്കെ ഇസ് കവിത സെ ഹമേ പതാ ചൽത്താ ഹേ കി മനുഷ്യ ജീവൻ में कितनी जरूरी है और प्रकृति का संरक्षण करना हमारी जिम्मेदारी है. मनुष्य प्रकृति के आधार पर जीना चाहिए. अगर न तो हो तो जीवन मुश्किल हो जाएगा. प्रकृति न हो तो जीवन मुश्किल हो जाएगा. इसलिए मानव प्रकृति में मिलजुल कर जीना चाहिए. ये कविता का संदेश है. അതായത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? വളരെ മുഷ്കിലായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇസ്ലിയെ അതുകൊണ്ട് എന്താണ്? നമ്മൾ മിൽജുൽക്കർ ജീനാ ചാഹി. നമ്മൾ മിക്സ് എന്താണ്? മിൽജുൽക്കർ എന്ന് പറഞ്ഞാൽ പരസ്പരം സംബന്ധിച്ച് പരസ്പരം യോജിച്ച് ജീവിക്കേണ്ടതാണ്. ഇതാണ് ഈ കവിതയിലൂടെ നമ്മളെടുത്ത് പറഞ്ഞു തരുന്നത്. മക്കളെ, സാരാംശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ ഇപ്പൊ നമ്മളോട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏക് ഹി ഭാവത്തെ ദഹത്തെ രഹേ യേ ഫൂൽ ഇനേം ദേർ തക് ദേഖ്താ രഹാ ആംഗോ മേം എന്താണ്? ഉത്തരാ ഹുവാ ചുപ്തേ ഹുയേ അപനെ ആംഗൻ കി ഖിൽത്തെ മുർച്ചാത്തെ ഫൂൽ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതില് എന്താണ്? ഇവിടം വരെ ഏകദേശം കറക്റ്റ് ആണ്. എന്താണ്? പ്രകൃതി കെ ബാരെ മേ ബതായ ഗയാ ഹൈ. ഇനി അത് കഴിഞ്ഞിട്ട് കവി ബാസാർ മേ സാരെ ഫൂൽ ഖരീദ് കർ അപ്പനെ ഘർ ജാതാ ഹൈ അസലി ഫൂലോം കോ ഉഖാഡ് കർ ഫേങ്ക് ദേത്താ ഹൈ എന്നുള്ളത് വരെയാണ് അതിന്റെ ആ ഒരു ലൈനിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ ആ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എഴുതുക. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ ഫുള്ള് പഠിച്ചു വെക്കണം. അപ്പൊ ഇതിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ എന്തെന്നൊക്കെയാണ് എന്താണ് കുട്ടികൾ വഞ്ചിതരായിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആസ്വാദൻ ടിപ്പണി, ഐ എം റിപ്പീറ്റിംഗ് വൺസ് അഗൈൻ, ആസ്വാദൻ ടിപ്പണി ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്.
യെസ് മക്കളെ, അപ്പൊ എന്താണ്, ഇതാണ് അതിന്റെ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്ന ഭാഗം. ഓക്കെ ആണല്ലോ. അതിന്റെ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത് അതാണ്. നന്നായി പഠിച്ചു വെക്കുക. ആസ്വാദൻ ടിപ്പണി കമ്പൽസറി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക്, 4 or 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത എന്താ നോക്കാം മക്കളെ. വീണ്ടും സൂചന തന്നിരിക്കുകയാണ്. मैंने प्लास्टिक के सारे फूल तोड़ डाले, अगर फाड़वा लेकर अपनी आंगन की मिट्टी से छूचने लगा, मिट्टी मुस्कुराई, हवा खिलखिलाई, जल कल 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 गाने लगा. അല്ലേ, അതിന്റെ ലാസ്റ്റ് ലൈനാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്, കോൺ പ്ലാസ്റ്റിക് കെ സാരെ ഫൂൽ തോട് ഡാലെ, ആരാണ് പ്ലാസ്റ്റിക്കിന്റെ മുഴുവൻ പൂക്കളും നശിപ്പിച്ചു കളഞ്ഞത്? അല്ലെങ്കിൽ ആരാണ്? കവി എന്ന് എഴുതാം. കവി രാംദരസ് മിശ്ര. കവി രാംദരസ് മിശ്ര ആണ് ഈ ചെയ്തത്. അപ്പൊ ആരാണ് ചെയ്തത്? കവിയാണ്. മക്കളെ, അടുത്തത് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് മുതൽ 5 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ഗ്രാമർ ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? സഹി വികൽപ്പ് ചുൻകർ ലിഖേം. അതായത് എ പ്ലസ് നെ ഇനോനെ, വേ പ്ലസ് നെ ഇനോനെ, വഹ് പ്ലസ് നെ ഇനോനെ, യഹ് പ്ലസ് നെ ഇനോനെ. ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? എ പ്ലസ് നെ ഇനോനെ. മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കാം. ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം യഹും അതുപോലെ തന്നെ വഹും നമ്മൾ സെന്റൻസിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്താവും? സെയിംലി എന്താവും? ഇസ്സും ഉസ്സുമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് എന്താ, യഹിന്റെ പ്ലൂറലായുള്ള എയും വഹിന്റെ പ്ലൂറലായിട്ടുള്ള വേയും സെന്റൻസിലേക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താവും? ഇന്നും ഉന്നുമായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിയേ, എ പ്ലസ് നേ ഇൻ, ദെൻ നേ ആയതുകൊണ്ട് എന്താണ്? ഇനോനെ എന്നുള്ള വേർഡിലേക്ക് വരും. മറ്റതാണെങ്കിൽ വേടെ വെച്ചിട്ട് വരുമ്പോ ഉനോനെ എന്നും വരും. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഇനി തിരിച്ചു ചോദിക്കാം. ഇനോനെമേയും എന്താണ്? ജിസ് സർവനാമ കാ പ്രयोग किया है, അല്ലെങ്കിൽ ഉനോനോമേ നിഹിത സർവനാം കോൻസാ ഹേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അതും നിങ്ങൾ എന്ത് ചെയ്യണം? റെഡിയാക്കി വെക്കണം. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് അല്ലേ? യെസ്. ഇനി എന്താണ് നമുക്ക് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, संकेतों की सहायता से പ്രകൃതി ജീവൻ കാ ആധാർ ഹേ, ഇസ് വിഷയ पर ലിഖുലേഖ് തയ്യാർ കരേം. ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്തു തരും. അതിലൊന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ച ഒരു ക്വസ്റ്റ്യൻ ആവാം, എന്താണ്, ഒരു പോസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്, എന്താണ്? जीवन का आधार प्रकृति എന്നുള്ള പോർഷൻ. केवल मनुष्य ही नहीं बल्कि संसार में सभी लोग पूर्ण रूप से प्रकृति पर निर्भर है. वास्तव में यदि प्राकृतिक चीजों को मनुष्य जीवन से हटा दिया तो कुछ विशेष न रहेगा. मनुष्य अपनी समस्त क्रियाओं की आवश्यकता हेतु हर प्रकार ही निर्भर है. मानव प्रकृति का ही हिस्सा है. प्रकृति व मानव एक दूसरों का पूरक है. പ്രകൃതിയെ के बिना मानव की പരികൽപ്പന नहीं की जा सकती है. ഇതെല്ലാം മക്കളെ പോയിന്റുകളാണ്. മക്കളെ ശ്രദ്ധിക്കുക. എന്നൊക്കെ കേവൽ മനുഷ്യ ही नहीं बल्कि संसार में सभी लोग पूर्ण रूप से प्रकृति पर निर्भर है. കേവലം മനുഷ്യനല്ല, ഈ ലോകത്തുള്ള എല്ലാവരും എന്താണ്? പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതാണ്. वास्तव में यदि प्रकृति के चीजों को मनुष्य जीवन से हटा दिया है तो कुछ विशेष न रहेगा. मनुष्य अपनी समस्त क्रियाओं की आवश्यकता हेतु प्रकृति पर निर्भर है. मतलब मनुष्य अपनी पूरी प्रवृत्ति मनुष्य की സഭി മനുഷ്യനെല്ലാം മെയിൻ ആയിട്ട് എല്ലാവരുടെയും ഉണ്ട്. എന്നിരുന്നാൽ പോലും എന്താണ്, മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും എന്താണ്? എൻവയോൺമെന്റിനോട് ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി മാനവ പ്രകൃതി കാ ഹിസ്സാ ഹെ, മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എന്താണ്? പ്രകൃതി വ മാനവ് ഏക് ദൂസരെ സെ പൂരക് ഹെ. ഏക് ദൂസരെ കെ പൂരക് എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. പ്രകൃതി കെ ബിനാ മാനവ് കി പരികൽപ്പന നഹി കി ജാ സക്തി. പ്രകൃതി ഇല്ലാതെ മനുഷ്യനെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്തുകൊണ്ട്, ഓരോ ഏരിയയിലെ പോയിന്റുകളാണ് ഇതിനെ നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി എന്താണ് മക്കളെ? സാരാ ഘർ ഏകരസിൻ രംഗോമേൻ ഡൂബ് രഹാ ഇസ്കാ മത്ലബ് ക്യാ ഹെ. മുഴുവൻ വീടും ഒരേ ഭാവത്തിൽ ഇരിക്കുകയാണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥം. इसका मतलब है कि इसका मतलब है कि प्लास्टिक के फूलों के कारण घर में कोई परिवर्तन नहीं हो रहा था. പ്ലാസ്റ്റിക് പൂക്കൾ കാരണം വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പരിവർത്തനവും സംഭവിച്ചില്ല. उनकी एकरूपता ने घर के वातावरण को एकरस और बेजान बना दिया था. അവരുടെ ആ ഒരു എന്താണ്
അവരുടെ ആ ഒരു ഏകരസ് അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും ഒറ്റ ഇതേ ഉള്ളൂ, ഒരേ ഒരു കളറും ഒരേ ഒരു ഫീലും മാത്രമാണ് പ്ലാസ്റ്റിക് പൂക്കൾ തരുള്ളൂ. അതെന്ത് ചെയ്തു, വീടിനെ ഒരു ഒറ്റ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരേ ഫോമിലേക്ക് മാറ്റി. ജോ കി അസലി ഫൂലോം കി താസഗി और विविधता से रहित ഒറിജിനൽ റിയൽ പൂക്കളുടെ ഫ്രഷ്നെസ്സിനെയോ അല്ലെങ്കിൽ റിയൽ പൂക്കളുടെ ആ താസഗിയും അല്ലെങ്കിൽ അതിന്റെ വിവിധതയൊന്നും അല്ലെങ്കിൽ ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാലിറ്റി ഒന്നും എന്തിനു കിട്ടില്ല, പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഉണ്ടാവില്ല. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു വികാരം മാത്രമാണ് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ചോദിച്ചിരിക്കുകയാണ് എന്താണ് അടുത്ത വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താ, ഫൂൽ കവിത की ये पंक्तियां पढ़े और उस प्रश्नों के उत्तर लिखिए. വീണ്ടും ചോദിക്കുകയാണ് हवाओं ने कहा हम गंध चाहिए मैं चुप रहा, मधुमक्खियों ने कहा हमें रस चाहिए मैं चुप रहा, तितलियों ने कहा हमें कोमल स्पर्श चाहिए मैं चुप रहा, മുച്ചേ മേം നിഹിത സർവനാം കോൺ സഹയ. നമ്പർ 1 ക്വസ്റ്റ്യൻ ഞാൻ മറ്റത് ചോദിച്ചതുപോലെ തന്നെ വരും. മുച്ചേ എന്നുള്ളതിൽ മുച്ചേ അല്ലെ എന്താണ്, ഹവാവോനെ കഹാ ഹമേ ഗന്ധ് ചാഹിയേ, മധുമക്ഖിയോനെ കഹാ ഹമേ. അപ്പം എന്താണ് മുച്ചേ എന്നുള്ള വേർഡില് ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നിഹിത സർവനാമം ഏതാ മക്കളെ? യെസ്, മേം ആണ് അല്ലെ. അപ്പൊ മേം എന്നുള്ളത് ഇതിലെ സർവനാമായതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. യെസ്, ഹവ മധുമക്ഖി തിത്തലി ആദി പ്ലാസ്റ്റിക് കെ ഫൂലോം സെ ക്യോം അസന്തുഷ്ടതി. ഇവരൊക്കെ എന്തുകൊണ്ടാണ്, അതായത് കാറ്റും അതുപോലെ തന്നെ തേനീച്ചയും പൂമ്പാറ്റയും എല്ലാം എന്താണ് പ്ലാസ്റ്റിക് പൂക്കളിൽ അസന്തുഷ്ടരായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മക്കൾ നോക്കാം. ഹവ മധുമക്ഖി തിത്തലി ആദി प्राकृतिक जीव है, എല്ലാം പ്രകൃതി ജീവികളാണ്. और उन्हें असली फूलों की खुशबू रस और पराग की आवश्यकता होती है. അവർക്ക് എന്ത് വേണം, ഒറിജിനൽ പൂക്കളുടെ ആ ഒരു ഫ്രഷ്നെസ്സും സുഗന്ധവും അതിന്റെ രസവും അല്ലെങ്കിൽ അതിന്റെ പോളിനേഷൻ. പരാഗം എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ്, പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് വന്നിരുന്നാണ് എന്ത് ചെയ്യുന്നത്, പോളിനേഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ആവശ്യകതയുണ്ട്. പ്ലാസ്റ്റിക് ഫൂലോമേ ഏ പ്രാകൃതിക് തത്വ നഹി ഹോത്തേ ഹേ. എന്താണ്, പ്ലാസ്റ്റിക് പൂക്കളിൽ ഈ പ്രാകൃതിക തത്വങ്ങളില്ല, അതുകൊണ്ട് അവരെന്താണ്, അതിൽ അസന്തുഷ്ടരാണ്. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഏക് ഹി ഭാവ് സേ ഹമേശാ ദേഖത്തെ രഹേ യേ ഫൂൽ കവീനെ ഈസാ ക്യോം കഹാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്, ഇത് ഓൾറെഡി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വായിക്കേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായി അത് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ മക്കളെ. യെസ്. പിന്നെ എന്താണ്, മനുഷ്യ अपनी सुविधा के लिए प्रकृति से अलग रहते हैं, കവിത കെ ആധാർ പർ ടിപ്പണി ലിഖിയെ. അല്ലെ, മനുഷ്യൻ തന്റെ സുവിധയ്ക്ക് വേണ്ടി നമ്മുടെ എളുപ്പത്തിന് വേണ്ടി പ്രകൃതിയിൽ നിന്ന് ഭിന്നമായി വേറിട്ട് ജീവിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് ഒരു टिप्पणी തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക മക്കളെ. രാംദാസ് മിശ്ര की कविता फूल एक महत्वपूर्ण सामाजिक और सांस्कृतिक संदेश देती है जो आधुनिक समाज में मनुष्य के जीवन और प्रकृति के बीच का संबंध को उजागर करती है. അല്ലെ, രാംദാസ് മിശ്രന്റെ കവിതയായിട്ടുള്ള ഫൂൾ ഒരു മഹത്വപൂർണമായ എന്താണ്, ഒരു സോഷ്യൽ ആൻഡ് എന്താണ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് തരുന്നു അല്ലെ. എന്താണ് അത്, ആധുനിക് സമാജമേ മനുഷ്യക്ക് ജീവൻ और പ്രകൃതി के बीच के संबंध, അതായത് പ്രസന്റ് ലൈഫിലെ ഇപ്പോ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സംബന്ധം എപ്രകാരമാണ് എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് ആണ് നമ്മളിലേക്ക് തരുന്നത്. നോക്കാം മക്കളെ, അതിനെ നമ്മളിലേക്ക് മനസ്സിലാക്കി തരുന്നു. കവി बाजार में जाकर प्लास्टिक के फूलों को खरीदते हैं और वास्तविक फूलों के स्थान पर इसे रख लिया है. എന്ത് ചെയ്തു കവി, എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് പൂക്കൾ കവിതയിലെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, തന്റെ വീട്ടിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ടോ कवि अपने इच्छानुसार प्लास्टिक फूलों को घर के सजाने का तय किया लेकिन प्लास्टिक के फूलों के कारण घर में कोई परिवर्तन नहीं हुआ. പക്ഷേ ഈ പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ടുവന്ന് കവി സ്വന്തം ഇഷ്ടപ്രകാരം വെച്ചതാണെങ്കിലും പ്ലാസ്റ്റിക് പൂക്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കവിയുടെ വീട്ടിൽ ഒരു പരിവർത്തനവും ഒരു ചേഞ്ചും സംഭവിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അസലി ഫൂലോം കി താസഗി और विविधता उसमें नहीं है. അതിൽ യഥാർത്ഥ പൂക്കളുടെ ഗുണവോ അല്ലെങ്കിൽ യഥാർത്ഥ പൂക്കളുടെ ഫ്രഷ്നെസ് ഒന്നും അതിന് തരാനായിട്ട് സാധിച്ചില്ല. എന്നൊക്കെ മനുഷ്യ, ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ, പ്രകൃതിയുടെ സുവിധ വെച്ചിട്ട് പറയുന്നത് നോക്കിയേ, മനുഷ്യ പൂരാ ജീവൻ പ്രകൃതി കെ ആധാർ പർ ഹേ. മനുഷ്യന്റെ മുഴുവൻ ജീവിതം എന്തിനെ ബേസ് ചെയ്തായിരിക്കണം, പ്രകൃതിയെ ബേസ് ചെയ്തിട്ടാണ്. അഗർ പ്രകൃതി നാ ഹോ തോ ജീവൻ മുഷ്കിൽ ജോ ജായേഗാ. പ്രകൃതി ഇല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്നല്ല, നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇസ്ലിയെ മാനവ് പ്രകൃതിമേയും മിൽ ജുൽക്കർ ജീനാ ചാഹി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയില് നമ്മൾ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. കുച്ച് ലോഗ് ഐസേ ഹേ, കുറച്ച് ആളുകൾ ഇങ്ങനെയാണ്. എന്താണ്, ജോ പ്രകൃതി സേ അലഗ് ഹോക്കർ രഹനാ ചാഹത്തെ ഹേ. എന്താണ്, പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലേക്കിൻ ഐസാ മത് കരോ, പക്ഷെ അങ്ങനെ ചെയ്യരുത്. പ്രകൃതിമേയും
മിൽജുൽ കർ ജീനാ ഹൈ. അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. യെസ് മക്കളെ, എന്ത് ചെയ്യാം, നമുക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും വളരെ സിമ്പിൾ ആണ് അല്ലെ. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും വളരെ സിമ്പിൾ ആണ്. ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്ന പോയിന്റ്, ആസ്വാദൻ ടിപ്പണി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചു വെക്കുക. ആസ്വാദൻ ടിപ്പണിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ആസ്വാദൻ ടിപ്പണി നന്നായി പഠിച്ചു വെച്ചാൽ അതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും, പോയത്തിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ആസ്വാദൻ ടിപ്പണിയാണ്. മക്കൾ നന്നായി ആസ്വാദൻ ടിപ്പണി പഠിച്ചു വെക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ.